ഇരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ ഒരിറ്റി ശ്വാസത്തിനു വേണ്ടി പിടയുകയായിരുന്നു കൃഷ്ണ. അവളുടെ ദേഹമാകെ വിയർപ്പിനാൽ കുതിർന്നിരുന്നു. ജോ, ജോ, അവൾ അവശതയിലും പുലമ്പിക്കൊണ്ടിരുന്നു. ചുറ്റും കൈകൾ കൊണ്ട് പരതി എന്തിലോ കൈ തടഞ്ഞപ്പോൾ അവൾ അതിൽ കൈകൾ മുറുകെ പിടിച്ച് നിലത്തുനിന്ന് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ എഴുന്നേൽക്കുന്നതിനോടൊപ്പം അവൾ പിടിച്ചിരുന്ന വസ്തു നിലത്തുനിന്നും വഴുക്കി ഒരു വലിയ ശബ്ദത്തോടെ അവളുടെ ദേഹത്തേക്കും നിലത്തേക്കും പതിച്ചു. ആ ഏട്ടാ, വേദനയാൽ പുളഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ നിലവിളിച്ചു. കോളേജ് കോമ്പൗണ്ട് മുഴുവൻ ഓടി നടന്ന് ക്ഷീണിച്ചു കാശിയും ജോയലും. ഇനി എവിടെ പോയി അന്വേഷിക്കുമെടാ നമ്മളവളെ? തളർച്ചയോടെ വരാന്തയിലേക്ക് ഇരുന്നുകൊണ്ട് കൈകളിൽ തല താങ്ങി കുനിഞ്ഞിരുന്നു പോയി കാശി. ജോയലാകെ തളർന്ന പോലെ നിൽപ്പാണ്. ജോബിനും ചന്ദ്രനും ജിബിനും അവരിൽ നിന്ന് തിരിഞ്ഞ് കോളേജിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തിരയുകയാണ് കൃഷ്ണയെ. സമയം 6 ആകുന്നു. ആകാശം ചെറുതായി ഇരുണ്ടു തുടങ്ങി. ഇനിയും എന്തു ചെയ്യുമെന്നറിയാതെ, കൃഷ്ണയെ എവിടെ പോയി അന്വേഷിക്കുമെന്നറിയാതെ തളർന്നു എല്ലാവരും. കാശി, ഞങ്ങൾ ഇവിടെ മുഴുവൻ നോക്കി. കിച്ചു ഇവിടെ എവിടെയുമില്ല. അവൾ കോളേജിന് വെളിയിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരോ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് സെക്യൂരിറ്റിയോടൊന്ന് ചോദിക്കാം. കാശിയും ജോയലും അടുത്തേക്ക് വന്നുകൊണ്ട് ജിബിൻ അവസാനത്തെ മാർഗം എന്ന പോലെ പറഞ്ഞു. പറയുന്നതിനോടൊപ്പം അവന്റെ കാലുകൾ ഗേറ്റിനടുത്തേക്ക് ചലിച്ചു. അവന് പിറകെയായി ജോബിനും അവിടേക്ക് നടന്നു. ചന്ദ്രൻ തളർച്ചയോടെ കാശിക്കരിയിലേക്കിരുന്നു. അവൾ കോളേജ് ഗേറ്റിന് പുറത്തു പോയിട്ടില്ല കാശി, എന്തോ ഓർത്തതുപോലെ ജോയൽ ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെ പിന്നെ എവിടെ പോയി ജോയിച്ച എൻ്റെ കിച്ചു? നിന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ അവൾ? കാശിയുടെ ഉള്ളം പിടയുകയായിരുന്നു. അറിയില്ല കാശി, പക്ഷേ അവൾ ക്യാമ്പസ് വിട്ട് പുറത്തു പോയിട്ടില്ല. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ജോയൽ അത് പറഞ്ഞു തീർന്നതും അവർ ഇരിക്കുന്നതിന് കുറച്ചു മാറി അടഞ്ഞു കിടക്കുന്ന റൂമിനകത്തു നിന്നും ഒരു വലിയ ശബ്ദവും അതിനൊപ്പം കൃഷ്ണയുടെ ഏട്ടാ എന്നുള്ള ഉച്ചത്തിലുള്ള വിളിയും കേട്ട് എല്ലാവരും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി. കിച്ചു, ജോയിച്ച, എൻ്റെ മോള്, കാശി വിറച്ചുകൊണ്ട് പറഞ്ഞു. വാടാ, അലറിക്കൊണ്ട് ജോയൽ ആ മുറി ലക്ഷ്യമാക്കി ഓടി. പിറകെ കാശിയും ചന്ദ്രനും. അവരുടെ കാലുകൾ ചെന്ന് നിന്നത് ജനറേറ്റർ റൂം എന്നെഴുതിയിരിക്കുന്ന മുറിയുടെ മുന്നിലാണ്. ആ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ജോയൽ അതിൻ്റെ പൂട്ട് കയ്യിലേക്ക് എടുത്തു പിടിച്ചു. കാശി, ലോക്ക്ഡൗൺ, പൊളിക്കണം. കാശിയും ജോയലും പരസ്പരം നോക്കി. പിന്നെ കൈ കോർത്ത് പിടിച്ച് രണ്ടുപേരും സ്റ്റെപ്പ് പുറകിലേക്ക് വെച്ചു. പിന്നെ മുന്നോട്ടാഞ്ഞുകൊണ്ട് ഒരുമിച്ച് കാലുയർത്തി ഡോറിലേക്ക് ആഞ്ഞു ചവിട്ടി. അവരുടെ ചവിട്ടിൽ ഡോർ രണ്ടു വശത്തേക്കും ഇളകി നിലത്തേക്ക് തെറിച്ചു വീണു. അതിൽ ചവിട്ടിക്കൊണ്ട് തന്നെ കാശിയും ജോയലും മുറിക്കുള്ളിലേക്ക് കയറി. ചുറ്റും കൂരിരുട്ടാണ്. പുറത്തു നിന്നുമുള്ള നേരിയ വെളിച്ചമല്ലാതെ മറ്റൊന്നും അവിടെയില്ല. അച്ഛാ, ഇവിടെ നിൽക്ക്, ഞങ്ങൾ നോക്കിയിട്ട് വരാം. ചന്ദ്രനോട് പറഞ്ഞുകൊണ്ട് പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ കയ്യിലേക്കെടുത്ത് അതിൻ്റെ ഫ്ലാഷ് ഓണാക്കി ചുറ്റും കണ്ണോടിച്ചു കാശി. പിന്നെ പതിയെ മുന്നോട്ട് നടന്നു. അവൻ്റെ കൂടെ തന്നെ ജോയലും മുന്നോട്ട് നടന്നു. മുറിയുടെ ഇടതു സൈഡിലായി കുറച്ചധികം കമ്പികൾ മുറിഞ്ഞു കിടക്കുന്നത് ഫോണിൻ്റെ അരണ്ട വെളിച്ചത്തിലൂടെ കണ്ടുകൊണ്ട് കാശിയുടെ കാലുകൾ അങ്ങോട്ടേക്ക് വേഗത്തിൽ ചലിച്ചു. ഒപ്പം ജോയലിൻ്റെയും. അടുത്തേക്ക് എത്തുന്തോറും കാശിക്കും ജോയലിനും തങ്ങളുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉച്ചത്തിലായി കഴിഞ്ഞിരുന്നു. അതിനടുത്തേക്ക് ചെന്ന് അവർ അതിലേക്ക് വെളിച്ചം അടുപ്പിച്ച് പിടിച്ചതും കാശിയും ജോയലും വിറങ്ങലിച്ചു പോയി. കിച്ചു, അലറിക്കൊണ്ട് കാശി നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ജോയൽ അപ്പോഴും മുന്നിലെ കാഴ്ചയിൽ തറഞ്ഞു നിൽക്കുകയാണ്. നിലത്ത് മറിഞ്ഞു കിടക്കുന്ന കുറച്ചധികം കമ്പികൾക്ക് നടുവിൽ ബോധമില്ലാതെ കിടക്കുന്ന കൃഷ്ണ. അവളുടെ തലയിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി നിലത്താകെ പടർന്നിട്ടുണ്ട്. മൂർച്ചയുള്ള എന്തോ കുത്തിയിറങ്ങിയതുപോലെ അവളുടെ കൈത്തണ്ടയിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങുന്നു. കിച്ചു, കണ്ണു തുറക്കടാ മോളെ, കണ്ണു തുറക്കടാ, ഏട്ടനാടാ, കണ്ണു തുറക്ക്. കമ്പികൾ വകഞ്ഞു മാറ്റി അതിനിടയിൽ നിന്നും കൃഷ്ണയെ വലിച്ചെടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് കാശി അലറിക്കരഞ്ഞു. ജോയിച്ച, എൻ്റെ മോള്. കാശി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. ജോയൽ മരവിച്ച അവസ്ഥയിൽ നിലത്തേക്ക് ഊർന്നിരുന്നു. അവൻ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കാശി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ്ണയുടെ തലയിലൊന്ന് തഴുകി. അവളുടെ നെറ്റി പൊട്ടി ഒഴുകുന്ന ചുടുചോര അവൻ്റെ കയ്യിലേക്കും പടർന്നു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അനുസരണയില്ലാതെ ചാലിട്ടൊഴുകി. ജോയിച്ച, കിച്ചു, എൻ്റെ കിച്ചു, കണ്ണ് തുറക്കുന്നില്ലടാ, ശ്വാസം എടുക്കുന്നില്ല. ഇടർച്ചയോടെയുള്ള കാശിയുടെ ശബ്ദം ഇടുത്തി പോലെ ജോയലിൻ്റെ കാതുകളിൽ വന്നു പതിച്ചു. അവൻ ഞെട്ടലോടെ കാശിയെ നോക്കി. അപ്പോഴേക്കും ജോബിനും ജിബിനും ചന്ദ്രനും അകത്തേക്ക് ഓടിക്കയറി. മുന്നിലെ കാഴ്ചയിൽ അവയും ഞെട്ടിത്തറഞ്ഞു നിന്നുപോയി. മോളെ. കാശിയുടെ കയ്യിൽ ചലനമറ്റു കിടക്കുന്ന കൃഷ്ണയെ കണ്ട് ചന്ദ്രൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചുപോയി. ജോയിച്ച, എന്നതാടാ, എന്നാ പറ്റി? ജോബിൻ നിലത്തേക്കിരുന്ന് ജോയലിൻ്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ആദിയോടെ ചോദിച്ചു. പോയി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ജോയൽ ജോബിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ജോയലിൻ്റെ വാക്കിൽ തറഞ്ഞിരുന്നു പോയി ജോബിനും ജിബിനും. കുറച്ചു സമയം അവിടമാകെ നിശബ്ദത തളം കെട്ടി നിന്നു. ഒന്ന് അലറിക്കരയാൻ പോലും കഴിയാതെ ജോബിൻ്റെ നെഞ്ചിൽ ചാരി നിർവികാരമായി കിടന്നു ജോയൽ.
കൃഷ്ണയെ തൻ്റെ നെഞ്ചോട് ചേർത്തണച്ചു പിടിച്ചുകൊണ്ട് ആ വെറും നിലത്ത് ചടഞ്ഞിരുന്നു പോയി കാശി. തകർന്നു നിൽക്കുന്ന ചന്ദ്രനെ ചേർത്ത് പിടിച്ചു മരവിച്ച അവസ്ഥയിൽ നിന്നുപോയി ജിബിൻ. ജോബിൻ്റെ കണ്ണുകൾ കൃഷ്ണയുടെ ചലനമറ്റ ശരീരമാകെ ഓടി നടന്നു. ഏട്ടാ. ചുണ്ടുകൾക്കിടയിൽ കാറ്റുപോലെ നേർത്ത ശബ്ദത്തിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടുള്ള കൃഷ്ണയുടെ വിളിയിൽ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ജോബി, വണ്ടി എടുക്കടാ. അടുത്ത നിമിഷം കാശിയുടെ അലർച്ച അവിടെ ആവെ മുഴങ്ങി. അവൾ തീർന്നു കാണുമോ? പിന്നെ തീരാതെ. ആ മുറിയിൽ കാറ്റും വെളിച്ചവും കടക്കില്ലെന്ന് അറിയില്ലേ നിനക്ക്? ശ്വാസം കിട്ടാതെ പിടഞ്ഞു തീർന്നിട്ടുണ്ടാവും ജോയലിൻ്റെ പ്രണയം ഇപ്പോൾ. നമ്മൾ പിടിക്കപ്പെടുമോ? അവൾ എൻ്റെ പേര് പറയില്ലേ? പറഞ്ഞോട്ടെ. പറഞ്ഞാലെന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ? അറിയാം. പക്ഷേ ജോയലിൻ്റെ മുന്നിൽ എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക്. പിന്നെ കാശി, അവൻ നമ്മൾ വിചാരിക്കും പോലെ നിസ്സാരക്കാരനല്ല. അവൻ്റെ പ്രാണന ആ പെണ്ണ്. സത്യങ്ങൾ അവൻ തിരിച്ചറിയുന്ന നിമിഷം എന്നെയും നിന്നെയും പച്ചയ്ക്ക് കത്തിക്കും അവൻ. ഒരിക്കലും ആരും അറിയില്ല. മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവൊന്നും തൽക്കാലം കർത്താവ് അവർക്ക് കൊടുത്തിട്ടില്ല. പിടിക്കപ്പെട്ടാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം ചെയ്തേക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ നിനക്ക്? ശരി. ഇപ്പോൾ റയാൻ എന്ന തുറുപ്പുചീട്ട് കയ്യിലുള്ളതുകൊണ്ട് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ നമുക്ക് കഴിയും. പക്ഷേ എപ്പോഴും അത് കഴിഞ്ഞെന്ന് വരില്ല. ബി കെയർഫുൾ. നീ വലിയ പുണ്യവതിയാകാനൊന്നും നോക്കണ്ട സോന. അത്ര വലിയ പ്രശ്നക്കാരനല്ലായിരുന്നിട്ട് കൂടി റയാനെ കൃഷ്ണയ്ക്കും ജെസ്സിക്കും മുന്നിൽ നീ ഒരു വൃത്തികെട്ടവനായി ചിത്രീകരിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകാതിരിക്കാൻ മാത്രം ബുദ്ധിക്കുറവൊന്നും എനിക്കില്ല. ആ വാക്കുകളിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അത് മുഖത്ത് പ്രകടമാകാതിരിക്കാൻ സോന പാടുപെട്ടു. ദാ ഇത് വെച്ചോ. നീ ചെയ്തതിൻ്റെ കൂലിയായി കരുതിയാൽ മതി. താങ്ക്സ് ഫോർ എവരിതിങ്. ഇനി നമ്മൾ തമ്മിൽ ഇതുപോലെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. പൊയ്ക്കോളൂ. തനിക്ക് നേരെ നീണ്ടു വന്ന നോട്ടുകെട്ടുകൾ വാങ്ങി ബാഗിലേക്ക് വെച്ചുകൊണ്ട് സോന ആ വീടിന് പുറത്തേക്കിറങ്ങി. ചന്ദ്രേട്ട, നമ്മുടെ മോള്. ഹോസ്പിറ്റൽ കോറിഡോറിൻ്റെ ഒരു ഭാഗത്തായി നിർവികാരമായി നിൽക്കുന്ന ചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് സുഭദ്ര പൊട്ടിക്കരഞ്ഞു. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നുപോലും അറിയാതെ അയാൾ തൻ്റെ വലതുകരം കൊണ്ടവരെ തന്നിലേക്ക് കൂടുതൽ അടക്കിപ്പിടിച്ചു. കാശിയും ജോയലും ഐസുവിന് ഫ്രണ്ടിലിട്ടിരിക്കുന്ന ചെയറുകളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ പുറംതല ഭിത്തിയിലേക്ക് ചാരി വെച്ച് കണ്ണുകളടച്ച് പിടിച്ചിരിക്കുകയാണ് കാശി. കൈകൾ മടിയിൽ വെച്ച് അവ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുകയാണ് ജോയൽ. ഐസിയു ഡോറിന് മുന്നിലെ ഭിത്തിയിൽ ചാരി കൈകൾ മാറിൽ പിണച്ചുകെട്ടി കണ്ണുകളടച്ചു നിൽക്കുകയാണ് ജോബിൻ. അവൻ നിൽക്കുന്നതിന് കുറച്ചു മാറി നിലത്തേക്ക് ഊർന്നിരുന്ന് കാൽമുട്ടിൽ കൈകൾ താങ്ങി അതിലേക്ക് മുഖം പൂഴ്ത്തി തേങ്ങിക്കരയുകയാണ് ജെസ്സി. കാശി, AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്. കാതുകളിൽ പതിഞ്ഞ് ജിബിൻ്റെ ശബ്ദത്തിൽ ഇരുന്നിടത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അവനടുത്തേക്ക് പാഞ്ഞു കാശി. കിട്ടിയോ? എവിടെ? ആരാ ആള്? കാശിയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. അതൊന്നും അറിയില്ലടാ. പുള്ളിക്ക് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്ന് പറഞ്ഞെന്ന ഒരു നഴ്സ് പറഞ്ഞത്. ബ്ലഡ് ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. കാശി മൂളി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീവന്റെ നേരിയ തുടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കിച്ചുവിന്. ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു. എന്തെല്ലാമോ പറഞ്ഞു. അവസാനമായി പറഞ്ഞത് AB നെഗറ്റീവ് ബ്ലഡ് ആവശ്യമാണെന്നാണ്. അപ്പോൾ മുതൽ തുടങ്ങിയ ഓട്ടമാണ് ജിബിൻ. അറിയുന്നവരെ മുഴുവൻ വിവരം അറിയിച്ചു. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. എവിടെ നിന്നും കിട്ടിയില്ല. ഇപ്പോൾ ആരെന്ന് പോലും അറിയാത്ത ഒരാൾ ദൈവദൂതനെ പോലെ എത്തി ഞങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ. കാശി മാന്യമായി ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ജിബിനിൽ നിന്നും കേട്ട വാർത്തയിൽ എല്ലാവർക്കും ചെറിയ ആശ്വാസം തോന്നി. സുഭദ്ര ചന്ദ്രനിൽ നിന്നും അടർന്നു മാറി കാശിക്കടുത്തേക്ക് വന്നു നിന്നു. നമ്മുടെ കിച്ചു രക്ഷപ്പെടുമല്ലേ മോനെ? അവൾക്ക്, എൻ്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും പോകും അവളുടെ കൂടെ. ഭദ്രേ. സുഭദ്രയുടെ വാക്കുകൾ വിറങ്ങലിച്ചുകൊണ്ട് ചന്ദ്രൻ ഉറക്കെ വിളിച്ചുപോയി. പിള്ളേരൊക്കെ എവിടെ പോയതാ കൊച്ചേ? നേരം ഇത്രയായിട്ടും അവരെ കാണുന്നില്ലല്ലോ. ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്ന് ഗേറ്റിന് പുറത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് സേവ്യർ റോസിയോട് ചോദിച്ചു. നമ്മുടെ ജെസ്സിയുടെ കൂടെ പഠിക്കുന്ന ആ കുട്ടിയില്ലേ കൃഷ്ണ? ജെസ്സിയുടെ കിച്ചു. അതിനെന്നതോ പറ്റി ഹോസ്പിറ്റലിലാണെന്ന് ജിബിച്ചൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. അവർ വരാൻ വൈകുമെന്ന്. റോസി അവർക്കറിയാവുന്ന കാര്യം പറഞ്ഞു. കിച്ചു എന്ന് പറയുമ്പോൾ ജോബിച്ചൻ്റെ കൂട്ടുകാരൻ കാശിയുടെ പെങ്ങള് കൊച്ചല്ലേ? അത് തന്നെ അപ്പച്ച. ആ കൊച്ചിന് എന്നാ പറ്റിയെന്ന് പറഞ്ഞില്ലേടി അവന്മാര്? സേവ്യറിന് അടുത്തായിരുന്ന മറിയൻ ആദ്യയോടെ റോസിയോട് തിരക്കി. ഇല്ലമ്മച്ചി, വീണെന്നോ മറ്റോ പറഞ്ഞതേ ഉള്ളൂ. അവൻ എന്തോ തിരക്കില്ല, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കളഞ്ഞു. ഇനി എന്നതാണേലും വരുമ്പോഴേ അറിയാൻ പറ്റൂ. ആർക്കോ എന്നതോ പറ്റിയെന്ന് കരുതി ഈ പിള്ളേരെല്ലാം കൂടി അതിനു പുറകെ നടക്കുന്നത് എന്തിനാ? ഇതുങ്ങൾക്ക് നേരത്തും കാലത്തും വീട് പിടിക്കാൻ മേലേ? അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ജാൻസി നീരസത്തോടെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തിണ്ണയിലേക്ക് ഇരുന്നു. ജാൻസി,
അടക്കിക്കോ നിന്റെ നാവ്. അങ്ങനെ വഴിയിലൂടെ പോയവളൊന്നുമല്ല കിച്ചുമോള്. ഞങ്ങളുടെ കൊച്ചിൻ്റെ പ്രാണനാ. നിനക്ക് എങ്ങനെ കഴിയുന്നു അപകടം പറ്റി ഒരാളെ സഹായിക്കുന്നതിന് ഇങ്ങനെ ക്രൂശിക്കാൻ? അകത്തുനിന്ന് പാഞ്ഞു വന്ന് ഷേർലി ജാൻസിക്ക് നേരെ ചീറി. ഇച്ചേച്ചി എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ആ പെണ്ണ് ജെസ്സിയുടെ കൂട്ടുകാരിയാണെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇച്ചേച്ചിയുടെ മോളൊന്നുമല്ലല്ലോ. അപകടം പറ്റുന്നവരെ സഹായിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല എന്ന് കരുതി ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഇത്രയും വൈകും വരെ അവിടെ ചിലവഴിക്കുന്നത് ഒരു മര്യാദ വേണ്ടേ? ജാൻസി വിട്ടുകൊടുക്കാതെ ഷേർലിയോട് അമർഷത്തോടെ പറഞ്ഞു. അവൾ പെങ്കൊച്ചാണെങ്കിൽ അവളെ നോക്കാൻ അവൾക്കറിയാം. ഏതെങ്കിലും ഓലപ്പാമ്പിനെ കാണുമ്പോൾ നിന്റെ മോളെപ്പോലെ പേടിച്ചോടില്ല എൻ്റെ ജെസ്സി. അങ്ങനെ ഒളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവളെ സംരക്ഷിക്കാൻ എൻ്റെ ചെറുക്കന്മാരുണ്ട് അവൾക്ക്. അതോർത്ത് നീ വേവലാതിപ്പെടണ്ട. ഇച്ചേച്ചി എന്താ എന്നോട് വഴക്കിന് വരുവാന്നോ? അതിനുവേണ്ടി ഞാൻ എന്നതാ ഇപ്പോൾ പറഞ്ഞത്? ഏതോ ഒരു പെണ്ണിന് വേണ്ടി ഇച്ചേച്ചി എന്നാത്തിനാ എന്നോട് വഴക്കിടുന്നത്? ജാൻസി, നിന്നോട് ഞാൻ പറഞ്ഞു അവൾ ഏതോ ഒരു പെണ്ണല്ല എന്ന്. ഇന്ന് പറഞ്ഞതൊക്കെ നീ തിരിച്ചെടുക്കുന്ന ഒരു ദിവസം വരും, ഓർത്തു വെച്ചോ. ജാൻസിക്ക് മുന്നിൽ കൈവിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ഷേർലി സേവ്യറിന് നേരെ തിരിഞ്ഞു. ക്ഷമിക്കണം അപ്പച്ച. അപ്പച്ചനും അമ്മച്ചിയും ഇരിക്കുമ്പോൾ ഇങ്ങനെ നാവ് ഉയർത്തേണ്ടി വന്നതിൽ എനിക്ക് ദണ്ണമുണ്ട്. പക്ഷേ പ്രതികരിക്കേണ്ടിടത്ത് ഷേർലി പ്രതികരിക്കുക തന്നെ ചെയ്യും, അത് ആരുടെ മുന്നിലായാലും. ജാൻസിയെ രൂക്ഷമായി ഒന്ന് നോക്കി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഷേർലി അകത്തേക്ക് കയറിപ്പോയി. സേവിയറും മാറിയവും ഷേർലി പോയ വഴിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ജാൻസിയെ നോക്കി ദഹിപ്പിക്കുകയും ചെയ്തു. ഷേർലിയുടെ ഡയലോഗിന് ഒന്ന് വിസിലടിക്കണമെന്നുണ്ടായിരുന്നു റോസിക്ക്. പിന്നെ സേവിയറും മറിയവും ഇരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരി ഡീസൻ്റായി ഇരുന്നു. എങ്കിലും ജാൻസിയുടെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലുള്ള നിൽപ്പ് കണ്ട് റോസി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. അതും കൂടി ആയതും ജാൻസി ചവിട്ടി കുലുക്കി അകത്തേക്ക് കയറി. അവര് പോയതും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. ജോയിച്ചാ, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. സമയം ഇത്രയും ആയില്ലേ, വീട്ടിലെല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. ജോയലിൻ്റെ ഷോൾഡറിൽ കൈവച്ച് ഒന്ന് തട്ടിക്കൊണ്ട് കാശി സൗമ്യമായി പറഞ്ഞു. ഞാൻ എങ്ങോട്ടും പോണില്ല കാശി, ഇവിടെ ഇരുന്നോളാം. വേണ്ടടാ, വാ നമുക്ക് പോകാം. ഇത് ICU ആണ്, എല്ലാവർക്കും കൂടി ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. നാളെ റൂമിലേക്ക് മാറ്റും, അപ്പം നമുക്ക് വന്ന് കാണാം. ജോബിൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ജോയലിനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. അത് കണ്ടുകൊണ്ട് ജിബിൻ ജെസ്സിയെയും കൂട്ടി എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. അച്ഛാ, ഞങ്ങൾ ഇറങ്ങുക. നാളെ രാവിലെ തന്നെ ഇങ്ങെത്താം. ജോബിൻ ചന്ദ്രനരികിലേക്ക് ചെന്ന് അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട മോനെ, ഇങ്ങോട്ടേക്ക് ഇനി വരണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ അവളെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. ചന്ദ്രൻ അത് പറഞ്ഞതും ജോയൽ ഞെട്ടി. വിലപ്പെട്ടതെന്തോ തന്നിൽ നിന്ന് അടർത്തി തീർക്കും പോലെ ഒരു വേദന ഉള്ളിൽ നിറയുന്നത് അവൻ അസ്വസ്ഥതയോടെ മനസ്സിലാക്കി. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അതാണ് നല്ലത് അച്ഛാ. ഈ ഒരു ചുറ്റുപാടിൽ നിന്നും അവൾക്കൊരു മോചനവും കിട്ടും. എല്ലാം ഒന്ന് നോർമലായിട്ട് എന്താ സംഭവിച്ചതെന്ന് അവളോട് ചോദിച്ചു മനസ്സിലാക്കാം. ജോബിൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് എല്ലാവരും അതിനോട് യോജിച്ചു. പക്ഷേ ജോയലും ജെസ്സിയും മാത്രം ഒന്നിലും പ്രതികരിക്കാതെ പാവകണക്കെ ജിബിനും ജോബിനും ഒപ്പം ഹോസ്പിറ്റൽ വിട്ട് പുറത്തേക്കിറങ്ങി. എന്തിനാ അച്ഛാ അങ്ങനെ പറയാൻ പോയത്? ജോയിച്ചന് നല്ല വിഷമമായി എന്ന് തോന്നുന്നു, കാശി സങ്കടത്തോടെ പറഞ്ഞു. വേറെ വഴിയില്ല മോനെ. കിച്ചുവിനെ ഇന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അവളെ കാണാൻ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അവരെ ജോബിന് ഉറപ്പായും തിരിച്ചറിയും. ഇപ്പോൾ ഇങ്ങനെ ഒരു നുണ പറയുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അച്ഛന്. ചന്ദ്രൻ്റെ സ്വരമിടറി. എനിക്ക് മനസ്സിലാകും അച്ഛാ. കാശി അയാളെ മുറുകെ പുണർന്നു. ദിവസങ്ങൾ കടന്നുപോയി. കൃഷ്ണയെ അന്ന് തന്നെ അവർ മാണിക്കശ്ശേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്ന് ഡിസ്ചാർജായി മാണിക്കശ്ശേരിയിലേക്ക് അവളെ കൊണ്ടുപോവുകയും ചെയ്തു. അവൾ നാട്ടിലാണെന്ന വിശ്വാസത്തിൽ ജോയലും മറ്റുള്ളവരും പിന്നീട് അവളെ കാണാൻ ശ്രമിച്ചില്ല. എങ്കിലും ദിവസവും വിളിക്കാറുണ്ട് എല്ലാവരും. കാശി പറഞ്ഞ് ജെസ്സിക്ക് മാത്രം കാര്യങ്ങളെല്ലാം അറിയാം. അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ മുതൽ ജോയലും ജോബിനും കാശിയും അവളോട് മാറി മാറി ചോദിക്കുകയാണ് അവളെ റൂമിൽ പൂട്ടിയിട്ടത് ആരാണെന്ന്. തനിക്കൊന്നും ഓർമ്മയില്ല എന്നൊരു നുണ പറഞ്ഞ് എല്ലാവരുടെയും ചോദ്യങ്ങളെ അവൾ അവഗണിച്ചു. ദിവസവും രാത്രി വീഡിയോ കോളിലൂടെ കൃഷ്ണയും ജോയലും അവരുടെ പ്രണയം പങ്കുവച്ചു. ആരാരും പിരിക്കാൻ പറ്റാത്ത വിധം അവരുടെ പ്രണയം വളർന്നു. കൃഷ്ണയെ മാണിക്കശ്ശേരിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ എല്ലാ ദിവസവും മക്കളുടെയും സേവ്യറിൻ്റെയും കണ്ണ് വെട്ടിച്ച് അവളെ കാണാൻ വരുന്നത് ജോൺ പതിവാക്കി. ഷേർലിയുടെ വക പലഹാരങ്ങളും മുറിവുകൾ ഉണങ്ങാനുള്ള ഒറ്റമൂലികളും ജോൺ വഴി അവർ മാണിക്കശ്ശേരിയിൽ എത്തിച്ചു. ഒരു ദിവസം ജോണിനൊപ്പം മാണിക്കശ്ശേരിയിൽ വന്ന് കൃഷ്ണയെ കാണുകയും ചെയ്തു ഷേർലി. അന്ന് സുഭദ്ര വഴി തിരുമേനിയുടെ പ്രവചനവും കൃഷ്ണയ്ക്കും കാശിക്കും വരാനിരിക്കുന്ന ആപത്തുകളെ പറ്റിയും ഷേർലി മനസ്സിലാക്കി. സുഭദ്രയുടെ ഭയം കുറയ്ക്കാനായി എല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് അവർ അതിനെ തള്ളിക്കളഞ്ഞു. ഇതിനിടയിൽ കൃഷ്ണയെ ജനറേറ്റർ റൂമിൽ പൂട്ടിയിട്ടത് റയാനാണെന്ന തെറ്റിദ്ധാരണയിൽ
കാശിയും ജോയലും ജോബനും ചേർന്ന് അവനെ പഞ്ഞിക്കിട്ടു. അവരുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് ചെയ്തത് താനല്ലെന്ന് തെളിയിക്കാൻ റയാൻ മുതിർന്നില്ല. ഇപ്പോൾ 2 മാസമായിരിക്കുന്നു കൃഷ്ണയ്ക്ക് അപകടം സംഭവിച്ചിട്ട്. അവളുടെ ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മാറിയതുകൊണ്ട് തന്നെ ഇനി മുതൽ കോളേജിൽ പോകാൻ അവൾ തീരുമാനിച്ചു.